പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നതിന് തുല്യമായി ഈ പെൻഷൻ വിതരണം മാറുകയാണോ? തപാൽ വോട്ടിനായി ഉദ്യോഗസ്ഥർ ഒരു വശത്ത്, പെൻഷൻ വിതരണം ചെയ്യാൻ സഹകരണ ബാങ്ക് ജീവനക്കാരൻ മറുവശത്ത്. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ചിത്രീകരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും 2500 രൂപ ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ കിട്ടും എന്ന് അവരോട് പറയുക കൂടി ചെയ്യുന്നു. ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ. അതായത് വോട്ടുറപ്പിക്കാനുള്ള, വോട്ടർമാരെ പ്രീണിപ്പിക്കാനുള്ള ഒരു ഉപാധിയായി ഈ പെൻഷൻ വിതരണത്തെ മാറ്റുകയാണ്. ഉത്തരം കൂടെ. മാധ്യമങ്ങൾ വളരെ ബോധപൂർവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ലഭ്യമാകുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളെ പോലും പർവ്വതീകരിച്ച് ചർച്ചയാവുകയാണ്. എന്നാൽ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് കോതമംഗലത്തെ LDF സ്ഥാനാർത്ഥി ആന്റണി ജോണിനെ എതിരാളികൾ പരസ്യമായി അദ്ദേഹത്തിന്റെ പര്യടന വേളയിൽ കയ്യേറ്റം ചെയ്തു. ആ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ചയില്ല. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് PT തോമസിന് വേണ്ടിയിട്ട് പണപ്പിരിവിന് പോയി പണം കൊടുക്കാത്തൊരു മീൻകടക്കാരനെ അതിഭീകരമായി മർദ്ദിച്ചു. അയാൾ പരാതി കൊടുത്തു. ചർച്ചയില്ല. LDF-നെതിരാണെങ്കിൽ എത്ര ചെറിയ കാര്യങ്ങളും ചർച്ചയാവാം എന്നുള്ള നിലയിലേക്ക് ശോഭാ സുരേന്ദ്രനെ കഴക്കൂട്ടത്ത് തടഞ്ഞു വെച്ചു, കയ്യേറ്റം ചെയ്തു എന്ന് പരാതിയുണ്ട്. അതുപോലെ അതിലും ഒരു ചർച്ചയും നടന്നില്ല. അതുകൂടി പറയണം പ്രകാശ് മാസ്റ്റർ. ഞാൻ പറയുന്നത് വളരെ ബോധപൂർവം ഇടതുപക്ഷത്തിനെതിരായ വാർത്തകൾ കണ്ടുപിടിച്ച് നിങ്ങൾ ചർച്ചയാക്കുകയാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായ നിലക്ക് ബോധ്യമുണ്ട്. അരി കൊടുക്കുന്നത്, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്, വിദ്യാർത്ഥികൾക്ക് അരി കൊടുക്കുന്നത്, ഇതൊന്നും വോട്ടിന് വേണ്ടിയുള്ള ഒരു കാര്യമാണെന്ന് ഞങ്ങൾ പരിഗണിക്കുന്നതേയില്ല. ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു അവകാശമാണ്. മാത്രമല്ല, ഇവയൊന്നും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, പിന്നിട്ട് പോയ 10 മാസക്കാലമായിട്ട് കിറ്റ് കൊടുക്കുന്നു, കൃത്യമായി എല്ലാ ആഴ്ചയും റേഷൻ കൊടുക്കുന്നു, കൃത്യമായി എല്ലാ മാസങ്ങളിലും പെൻഷൻ കൊടുക്കുന്നു. ഓമനക്കുട്ടൻ അത് അത്ര സന്തോഷമായിട്ടല്ല പറഞ്ഞത്. അല്ല, എനിക്കെന്താ സന്തോഷക്കുറവ്? ഇതുപോലെയുള്ള ഉത്സവ കാലങ്ങളിൽ അഡ്വാൻസ് പെൻഷൻ എന്നുള്ളത് എത്രയോ കാലമായി കേരളം കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് പെൻഷനും അതുപോലെ റേഷനും ഒക്കെ കൃത്യമായി കൊടുക്കുന്നത് UDF-ന് അലോസരം ഉണ്ടാക്കും. കാരണം ജനങ്ങൾ ഈ ഗവൺമെന്റിനെ സ്നേഹിക്കുന്നു. ഈ ഗവൺമെന്റ് വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം കൃത്യമായി പെൻഷൻ കൊടുക്കുന്ന ഗവൺമെന്റ്, കൃത്യമായി റേഷൻ കൊടുക്കുന്ന ഗവൺമെന്റ്, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു ഗവൺമെന്റ്, സാധാരണക്കാർക്ക് അനുകൂലമായി കാര്യങ്ങൾ ചെയ്തൊരു ബോധ്യമുള്ളതുകൊണ്ട് പെൻഷൻ എന്ന് പറയുന്നത് വോട്ട് പിടിക്കാനുള്ള ഒരു സംവിധാനമല്ലല്ലോ. താൻ പറയില്ലല്ലേ? പറഞ്ഞാലേ പറയാൻ പറ്റൂ. ഈ പെൻഷൻ കൊടുക്കുന്ന സഹകരണ ബാങ്ക് ജീവനക്കാരൻ എന്തിനാണ് ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ 2500 രൂപ കിട്ടും അടുത്ത മാസം മുതലെന്ന് ഈ ആളിനോട് പറയുന്നത്? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. ഈ പറയുന്ന പോലെ പെൻഷൻ കൊടുക്കുന്നത് അതത് മേഖലയിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ജീവനക്കാരാണ്. സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്ഥാപനങ്ങളല്ല, വ്യത്യസ്ത പാർട്ടികളും മുന്നണികളും ഭരിക്കുന്ന സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളിലെ ആളുകൾ ഇപ്പൊ പറഞ്ഞതാണോ പറഞ്ഞതല്ലേ എന്നുള്ളത് പറ്റി ഞങ്ങൾക്ക് പറയാനല്ലോ. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചുകളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. അതാണ് പറഞ്ഞത്. ഇവിടെ എന്തെങ്കിലും അന്യായമായ കാര്യം ഉണ്ടെങ്കിൽ പരാതിപ്പെടുന്നതിന് ഞങ്ങളെതിരല്ല. പക്ഷേ പെൻഷൻ കൊടുക്കുന്നത് ഈ പോളിംഗ് നടക്കുന്ന സമയത്ത് കൊടുക്കാനേ പാടില്ല. ഞങ്ങളതിനോട് യോജിക്കുന്നില്ല. ജനങ്ങൾക്ക് അവർക്ക് എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. സഹകരണ ബാങ്ക് വഴിയാണ് വിതരണം. അത് ഭരിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള മുന്നണികളാണ് എന്ന് പറയുന്നു. ആ രാഷ്ട്രീയ പാർട്ടികളുടെ പണമാണോ ക്ഷേമ പെൻഷനായി ഈ ആളുകൾക്ക് കൊടുക്കുന്നത്? കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ അവരുടെ സ്വന്തം ഫണ്ടിൽ നിന്നാണോ? ഇത് സർക്കാരിന്റെ പണമല്ലേ? അല്ല, അത് ഈ പണം അതല്ല, ക്ഷേമ പെൻഷൻ സർക്കാരിന്റെ പണമല്ലേ? നീ അറിഞ്ഞ ഞാൻ പെട്ടു. മാധ്യമ പ്രവർത്തകർക്ക് മാത്രമല്ല വിവേചന ശക്തി ഉള്ളത്, ജനങ്ങൾക്കും അറിയാം. ഈ പണം തരുന്ന ബാങ്കുകാരന്റെ പണമല്ല ഇതെന്നും, ഇത് പിണറായി വിജയന്റെ ഗവൺമെന്റ് നൽകുന്ന പണമാണെന്നും വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അത് ശരി. അതുപോലെ ഈ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവർക്ക് അറിയാം. മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ പെൻഷൻ ഈ മുന്നണിക്ക് കൊടുത്താൽ ഇവർ വീണ്ടും വന്നാൽ 2500 അടുത്ത മാസം തൊട്ട് കിട്ടും എന്നുകൂടി പറയാൻ
ഈ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ നമ്മുടെ സർക്കാർ? ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. അതാണ് ഞാനതാണ് പറഞ്ഞത്. ഈ സഹകരണ ബാങ്കുകൾ സർക്കാർ സ്ഥാപനങ്ങളല്ല, നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ വോട്ടറോടും ചെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ഗവൺമെന്റ് വീണ്ടും വന്നാൽ പെൻഷൻ 2500 രൂപയായിട്ട് വർദ്ധിപ്പിക്കും. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഏതെങ്കിലും സഹകരണ ജീവനക്കാരനെ അത് പറയാൻ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല. ആരെങ്കിലും പറയുന്നതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. എന്നാൽ അതെന്തോ ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞു ചെയ്യിക്കുന്നതാണ്, വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു വേലത്തരമാണ് എന്നെല്ലാം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളും അതുപോലെ UDF ആണ്. ഞാൻ ഒരു ഒറ്റ അടി നിന്റെ കരട കുറ്റിക്ക് വെച്ച് തന്നാൽ പല്ല് താഴെ. ഇത് ബോധപൂർവമായ താല്പര്യത്തിന്റെ പ്രശ്നമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറ്റം പറയാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് പിടിച്ച് അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് ചർച്ച ചെയ്യാണ്. കേരളമൊട്ടാകെ ഇളകും. തന്റെ വയർ അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. നിരവധി ആളുകളെ UDF ആളുകളെ അപ്പോൾ ഇതൊരു തെറ്റായ കാര്യമാണ് അത് നിങ്ങൾ എന്ന് പോലും ശ്രീ പ്രകാശ് മാസ്റ്റർക്ക് തോന്നുന്നില്ലേ? ഈ ചെയ്തത് ഈ പണം കൊടുത്ത് വോട്ട് പിടിക്കുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തിയാണെന്ന് പോലും പ്രകാശ് മാസ്റ്റർക്ക് തോന്നുന്നില്ല. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നേ? ഞാൻ പറയുന്നത് എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമുണ്ടെങ്കിൽ അവിടെ UDF-ന്റെ പ്രവർത്തകന്മാരുണ്ട്, അവർക്ക് ആക്ഷേപിക്കാം. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. എന്നാൽ മാധ്യമങ്ങൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് നാട്ടുകാരെ ആകെ കാണിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലാന്ന് ഞാൻ പറഞ്ഞ നടത്തുള്ളൂ. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നാട്ടിലാകെ നടക്കുന്നുണ്ട്. UDF-ന്റെ ആളുകൾ വീടുകളിൽ പോയിട്ട് ചട്ടവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്നു, വോട്ടർമാരെ പ്രീണിപ്പിക്കാൻ. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരിയായിപ്പോ എന്റെ സ്ഥിതി. അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങളുടെ പ്രസ്താവന എന്റെ വായിൽ തിരുകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറയേണ്ട കാര്യം നിങ്ങൾ സ്വതന്ത്രമായി പറഞ്ഞാൽ മതി. ലോകത്ത് പല കള്ളുടിയന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരു ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. അതായത് ഓരോ വോട്ടും വിലയേറിയതാണ്, അമൂല്യമാണ് എന്ന് നാം പറയുന്നു. പക്ഷേ ഒരു വോട്ടുറപ്പിക്കാനുള്ള ഇമാതിരി പണികൾ ഒരു ചെറിയ സംഭവമായിട്ടാണ് CPM-ന്റെ പ്രതിനിധിയായ ശ്രീ പ്രകാശൻ മാസ്റ്റർക്ക് തോന്നുന്നത്. നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. തന്നു കിട്ടിയല്ല കിട്ടി. ഓക്കെ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.